സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കി തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ്. കൈക്കൂലി കേസിൽ പ്രതിയായതോടെ സിപിഎം രാജി ആവശ്യപ്പെട്ടെങ്കിലും സനീഷ് ജോർജ് വഴങ്ങിയില്ല. നേതൃത്വമറിയാതെ വൈസ് ചെയർപേഴ്സണെ ചുമതലയേൽപ്പിച്ചതും പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമെന്നാണ് സൂചന. വിജിലൻസിൽ ഹാജരാകുവാൻ നോട്ടീസ് നൽകിയെങ്കിലും ചെയർമാൻ ഹാജരായിട്ടില്ല. തൊടുപുഴയിലെ സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി 1 ലക്ഷം രൂപ കൈപ്പറ്റുന്നതിനിടെയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ CT അജിയെയും ഇടനിലക്കാരൻ റോഷനെയും വിജിലൻസ് പിടികൂടിയത്. നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് കേസിലെ 2ാം പ്രതിയാണ്. വിജിലൻസ് കേസെടുത്തതിന് പിന്നാലെ വിശദീകരണം തേടിയ CPM ജില്ലാ നേതൃത്വം രാജി ആവശ്യപ്പെട്ടെങ്കിലും സനീഷ് ജോർജ് വഴങ്ങിയിട്ടില്ല. ആദ്യം രാജി സന്നദ്ധത അറിയിച്ച ചെയർമാൻ പിന്നീട് മലക്കം മറിഞ്ഞത് പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമാണെന്നാണ് സൂചന. ഇടതുപക്ഷ ജനാധിപത്യ യോഗം ചേർന്ന് അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെ, ആ സാഹചര്യം ഇന്ന് രാവിലെ നമ്മളറിയുന്നത് വൈസ് ചെയർമാൻ ചുമതല എടുക്കാൻ ചെന്ന സാഹചര്യത്തിലാണ് നമ്മൾ അറിയുന്നത്. പോലെ തന്നെയാണ് അറിഞ്ഞത്. സംബന്ധിച്ച് അദ്ദേഹമായിട്ട് കമ്മ്യൂണിക്കേഷനോ എന്തെങ്കിലും അദ്ദേഹം പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കം സംസാരിച്ച ഘട്ടത്തിൽ രാജിവെക്കുമെന്ന് തന്നെയാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. നവകേരള സദസ്സിനടക്കം പലരിൽ നിന്നായി പണം പിരിച്ചെന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. രാജിവെക്കേണ്ടി വന്നാൽ ഇതടക്കമുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന മുന്നറിയിപ്പും സനീഷ് ജോർജ് പാർട്ടി നേതൃത്വത്തിന് നൽകിയെന്നാണ് വിവരം. നഗരസഭാ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് CPM. നവകേരള സദസ്സിനടക്കം 10 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം ഉയരുന്നുണ്ട്. അത് രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പരസ്യമായിട്ട് പ്രസിദ്ധീകരിച്ച് വിളിക്കുമെന്നുള്ള രീതിയിലുള്ള വിളിച്ചോട്ടെ. എന്താ നമുക്ക് തടസ്സം? നമുക്കൊരു തടസ്സമില്ല. ചെയർമാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയർമാൻ തന്നെ തെളിയിക്കേണ്ട കാര്യമാണ്, നമ്മളല്ല തെളിയിക്കേണ്ടത്. ചെയർമാൻ തെളിയിക്കേണ്ട കാര്യം. പാർട്ടി പണം വാങ്ങിയിട്ട് ചെയർമാന്റെ രാജി പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ ചെയർമാൻ നിങ്ങളെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം. അങ്ങനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളെന്തൊരു സമ്മർദ്ദത്തിലാണോ? നമുക്ക് പരിശോധിക്കാന്നേ. ആ കണക്കും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഉള്ളതാണല്ലോ. ഏത് തരത്തിലും പരിശോധിക്കാം. മുനിസിപ്പാലിറ്റിന്നോ ഇത് ഏത് കണക്കും നമുക്ക് പരിശോധിക്കാൻ തയ്യാറാണല്ലോ. അയാളെ സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസ് വിമതനായി വിജയിച്ച സനീഷ് ജോർജിനെയും മുസ്ലിം ലീഗ് സ്വതന്ത്രയായി വിജയിച്ച ജെസ്സി ജോണിയെയും ഒപ്പം ചേർത്താണ് LDF നഗരസഭാ ഭരണം പിടിച്ചത്. ജെസ്സി ജോണിയെ പിന്നീട് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കോടതി അയോഗ്യയാക്കിയിരുന്നു. 35 അംഗ ഭരണസമിതിയിൽ LDFന് 14ഉം UDFന് 12ഉം BJPക്ക് 8ഉം അംഗങ്ങളാണ് നിലവിലുള്ളത്. അതേസമയം വിജിലൻസിൽ ഹാജരാകുവാൻ പറഞ്ഞ് നഗരസഭാ ചെയർമാന് നോട്ടീസ് നൽകിയെങ്കിലും ചെയർമാൻ ഹാജരായിട്ടില്ല. ചെയർമാൻ നഗരസഭയിൽ 15 ദിവസത്തെ അവധിക്കും അപേക്ഷ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ.